ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കാരക്കുറ്റി സ്വദേശി CK ഉസൈൻകുട്ടിയെയാണ് കാണാതായത്. ഇയാൾക്കായി ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ ആരംഭിച്ചു. കോട്ടയം വിച്ചൂർ എടയാഴത്തും കോഴിക്കോട് വടകരയിലും വീട് തകർന്നു വീണു. കോട്ടയം കൊടുങ്ങൂർ നരിപ്പാറ രുദ്രഭയങ്കരി ക്ഷേത്രത്തിന് സമീപത്തെ കൂറ്റം മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ഇടുക്കിയിൽ ഉടുമ്പൻചോല വെള്ളിമലയിൽ വീട് ഭാഗികമായി തകർന്നു. പത്തനംതിട്ട കോട്ടാങ്ങലിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. നായരമ്പലം ഞാറയ്ക്കൽ ഭാഗങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. പാലാരിവട്ടം SN ജംഗ്ഷന് സമീപം കൂറ്റൻ മരം വീണ് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ പെരിങ്ങാവിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പുത്തൂർ ചെമ്പങ്കണ്ടത്ത് ശക്തമായ മഴയിൽ മരം കടപുഴകി ബൈക്കിന്റെ മുകളിലേക്ക് വീണു. ആലപ്പുഴ KSRTC സ്റ്റാൻഡിന് സമീപം മരം കടപുഴകി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കായംകുളം അടക്കം ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓടകളും തോടുകളും അടഞ്ഞത് കായംകുളത്തെ വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കോട്ടയം മണിമലയാറ്റിൽ പഴയിടം കോസ്വേയിൽ വെള്ളം കയറി. പെരിയാറിലും പമ്പയിലും അച്ചൻകോവിൽ ആറിലും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. 7 ജില്ലകളിൽ NDRFനെ വിന്യസിച്ചിട്ടുണ്ട്. ദുരന്ത പ്രതികരണ സേനയുടെ ടീമിനെ കേരളത്തിൽ പ്രീ പൊസിഷൻ ചെയ്തിട്ടുണ്ട്, മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സേവനം നമ്മൾക്ക് കാര്യമായ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലയിലുള്ളവർ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളെ ഒന്ന് സവിശേഷം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് രാത്രിയും നാളെ രാവിലെ വരെയും അതേ സാഹചര്യം ഉണ്ട് എന്ന അനുമാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കണ്ണൂരിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് സ്കൂളുകൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർമാർ തലേദിവസം തന്നെ അവധി പ്രഖ്യാപിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ വിദ്യാലയങ്ങൾ തയ്യാറാക്കണം. കാസർഗോഡ് മരം വീണ് മരിച്ച ഐഷത്ത് മിൻഹിയുടെ കുടുംബത്തെ സഹായിക്കാൻ സാധ്യമായത് സർക്കാർ ചെയ്യുമെന്നും മന്ത്രി. അവധി കൊടുക്കണമെങ്കിൽ തലേദിവസം തന്നെ കൊടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ നിർദ്ദേശവും ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, ഈ മഴക്കാലം കൂടെയാണ്. വിദ്യാർത്ഥികൾ സ്കൂളുകളുടെ മുൻവശവും സ്കൂളിന് ചുറ്റുമുള്ള മരങ്ങൾ ഏതെങ്കിലും മരങ്ങളിൽ അപകടകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുന്ന നടപടി സ്വീകരിക്കണം.
പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. കാസർഗോഡും മലപ്പുറത്തും പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിന് പരിക്കേറ്റു. ലാത്തികൊണ്ടുള്ള അടിയേറ്റാണ് പരിക്ക്. മലപ്പുറം SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായി. പോലീസ് ലാത്തിവീശി. പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാല് തല്ലിയൊടിച്ചു എന്നാരോപിച്ച ചിന്നക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കൈതോലപ്പായി വിരിച്ച് എന്ന പാട്ട് കേട്ടാൽ ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നും ചിരിയാണ് വരുന്നത് എന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. പ്രസംഗത്തിനിടെ കൈതോലപ്പായി വിരിച്ച് എന്ന പാട്ടുപാടിയായിരുന്നു വിഷ്ണുനാഥിന്റെ പരിഹാസം. പിണറായി വിജയനെതിരെക്കുറിച്ച് കേൾക്കുന്ന ആരോപണങ്ങൾ നമ്മൾ പഴയ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. കൈതോല പായ വിരിച്ച് പായേലൊരു പറന്ന് വിരിച്ച് കാതുകുത്താൻ എപ്പവരും നിന്താങ്ങളമാരു പെണ്ണെ അമ്മമാര്. അപ്പൊ കൈതോല പായ വിരിച്ചു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ പാട്ട് ആസ്വദിക്കാൻ തോന്നുന്നില്ല, നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം കൈതോല പായയിൽ 2.5 കോടി രൂപ ചുരുട്ടി പൊതിഞ്ഞ് കടത്തി കൊണ്ടുവന്നത് തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയറിൽ കമ്പിക്കസേരയിൽ വരെ ഇരുന്നിട്ടുള്ള ഒരു നേതാവാണ് എന്ന്, വടക്ക് കസേരയിൽ ഇരുന്ന ഒരു നേതാവാണ് എന്ന് ദേശാഭിമാനിയിലെ പത്രാധിപ സമിതി അംഗമായിരുന്ന ഒരാൾ. പാർട്ടിക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വണ്ടിയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ക്യാബിനറ്റിലെ മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓരോ ദിവസവും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന ആക്ഷേപം കേട്ടത് ആർക്കെതിരെയാണ്? പൊതുവ്യക്തി നിയമത്തെ നിയമപരമായി നേരിടാൻ മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ തീരുമാനം. സാമുദായിക ധ്രുവീകരണത്തിലേക്ക് പോകില്ല. ബോധവൽക്കരണ പരിപാടികളിലും സെമിനാറുകളിലും രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുമെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്കലായിട്ട് ഇതിനെ നേരിടേണ്ടി വരും. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണ്. ഉത്തരവാദിത്തത്തോടുള്ള സമീപനങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ എടുക്കണം. ഈ പ്രശ്നത്തിന്റെ പേരിലൊരു മത ധ്രുവീകരണം ഒരിക്കലും തന്നെ ഇവിടെ ഉണ്ടായിക്കൂടാ. ഒരു സാമുദായിക ധ്രുവീകരണം ഇവിടെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതിന് ഈ സമിതി അതൊരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത്, മറിച്ച് ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം ഈ കാര്യത്തിൽ എല്ലാവരും പ്രതികരിക്കേണ്ടത്, നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് ഈ സമിതി വിലയിരുത്തിയിട്ടുള്ളത്. CPIM നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കണോ എന്ന് അപ്പോൾ തീരുമാനിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അവര് വ്യക്തത വരുത്തട്ടെ ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്. ആരിപ്പോൾ ലീഗിനെയും കോൺഗ്രസിനെയും അതുപോലെ തന്നെ എല്ലാ മതസംഘടനകളെയും എല്ലാവരും വിളിച്ചാൽ എല്ലാവരും പോകുമല്ലോ. അപ്പം അതിലെന്താ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പം അത് വരുമ്പോഴല്ലേ അറിയുള്ളൂ, നമുക്ക് അറിഞ്ഞൂടല്ലോ. നിയമസഭാ കയ്യാങ്കളി കേസിൽ നാടകീയ നീക്കവുമായി പോലീസ്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹർജി നൽകി. കേസിൽ ഒട്ടേറെ വസ്തുതകൾ ഇനിയും അന്വേഷിക്കണമെന്നാണ് പോലീസ് നിലപാട്. അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും വരെ വിചാരണ ആരംഭിക്കരുത് എന്നും ആവശ്യപ്പെടുന്നു. അനുബന്ധ കുറ്റപത്രം എന്ന പരാമർശത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസിൽ 2 പ്രതികളും കീഴടങ്ങി. ഒന്നാം പ്രതി A വിശാഖും രണ്ടാം പ്രതിയായി പ്രിൻസിപ്പൽ GJ ഷൈജുവുമാണ് കീഴടങ്ങിയത്. രാവിലെ 10 മണിയോടെയാണ് 2 പ്രതികളും കാട്ടാക്കട DYSP ഓഫീസിൽ എത്തിയത്.
ശബരിമല വിമാനത്താവള പദ്ധതി 358 ഭൂവുടമകളെ നേരിട്ട് ബാധിക്കുമെന്ന് അന്തിമ സാമൂഹികാഘാത റിപ്പോർട്ട്. ചെറുവള്ളി എസ്റ്റേറ്റിലെ 221 ലയങ്ങളെയും പദ്ധതി ബാധിക്കും. 3500 മീറ്റർ നീളത്തിലുള്ള റൺവേ ആയിരിക്കും പദ്ധതിക്ക്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്നും ചെറുവള്ളി എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. താമരശ്ശേരിയിൽ പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സഫ്വാനാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 7 ആയി. പ്രതികൾക്ക് ഷാഫിയുടെ വീടും റോഡുകളും കാണിച്ചു കൊടുത്തത് മുഹമ്മദ് ഷിബിലിയും മുഹമ്മദ് നിസാബും മുഹമ്മദ് സഫ്വാനും ചേർന്നാണ് എന്ന് താമരശ്ശേരി ഡിവൈഎസ്പി അഷ്റഫ് വ്യക്തമാക്കി. കാസർഗോഡ് അങ്കടി മുഗറിൽ മരം വീണ് മരിച്ച 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷദ് മിൻഹയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. അങ്കടി മുഗറിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ സ്കൂൾ വിട്ടു വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു മരം കടപുഴകി വീണത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ പാടത്ത് ജോലി ചെയ്യുന്നതിനിടെ തെങ്ങ് വീണ് വീട്ടമ്മ മരിച്ചു. പല്ലാറോഡ് സ്വദേശിനി തങ്കമണിയാണ് മരിച്ചത്. തങ്കമണിയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിക്കും പരിക്കേറ്റു. തെങ്ങ് കടപുഴകി തങ്കമണിയുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ തെരുവുനായ പിന്തുടർന്ന് ആക്രമിക്കുന്നതിനിടയിൽ വീണ് നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. തൃക്കുന്നപ്പുഴ പല്ലനിയിലാണ് ദാരുണ സംഭവം. നിർധന മത്സ്യത്തൊഴിലാളിയായ ശശീന്ദ്രന്റെ ഇളയ മകൻ സൂരജിനെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും ചലനശേഷി വീണ്ടെടുക്കാനായില്ല. കണ്ണൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മത്സ്യത്തൊഴിലാളി യുവാവിനെ നായക്കൂട്ടം ആക്രമിച്ചു. സിറ്റി സ്വദേശി നൌഷാദിനാണ് പരിക്കേറ്റത്. പുലർച്ചെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു കടിയേറ്റത്. മുതുകിലും കൈകാലുകൾക്കും പരിക്കേറ്റ നൌഷാദിനെ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ലക്ഷ്മി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ മണി, ക്രിസ്റ്റി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ ശേഷം നടൻ വിജയകുമാർ വീടിന്റെ മതിൽ ചാടിക്കടന്നു പോകുന്ന വീഡിയോ പങ്കുവച്ച മകൾ അർച്ചന. വിജയകുമാർ തന്നെയും അമ്മയെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ പോലീസിൽ നൽകിയ കേസ് നിലനിൽക്കുമ്പോഴാണ് വീണ്ടും അതിക്രമം നടത്തുന്നത് എന്ന് അർച്ചന പറയുന്നു. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിന് നിയമനം. സർവകലാശാലയുടെ നീലേശ്വരം ക്യാമ്പസിലാണ് പ്രിയയ്ക്ക് നിയമനം. 15 ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഉത്തരവിൽ ഉള്ളത്. നിയമനത്തിന് യോഗ്യതയുണ്ട് എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടനെതിരെ PhD തട്ടിപ്പ് ആരോപണവുമായി KSU. തലശ്ശേരിയിൽ സർക്കാർ സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലയളവിലാണ് രതീഷ് കാളിയാടൻ അസമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തത് എന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. രതീഷ് കാളിയാടന്റെ PhD പ്രബന്ധം 70% കോപ്പിയടിയാണ് എന്നും KSU ആരോപിക്കുന്നു. CPIഎമ്മിനെതിരെ വീണ്ടും ആരോപണവുമായി G ശക്തിധരൻ. പോലീസ് തന്റെ ഫോൺ നിരീക്ഷിക്കുന്നു. തനിക്കുള്ള ഫോൺ ഭീഷണിക്ക് പിന്നിൽ പോലീസ് സേനയിൽ ഉള്ളവർ. ഇതിനു പിന്നിൽ പാർട്ടിയിൽ അമിതാധികാര കേന്ദ്രമായി മാറുന്ന ക്ഷുദ്ര ശക്തികൾ എന്നുമാണ് G ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സജിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച ജിജി സജി കൂറുമാറി LDFൽ എത്തിയാണ് പ്രസിഡന്റായത്. തൃക്കാക്കര നഗരസഭയിൽ UDFന് ഭരണപ്രതിസന്ധി ഒഴിഞ്ഞു. UDF ഇട്ട 4 വിമതരിൽ ഒരാൾ തിരിച്ചെത്തി. കൗൺസിലർ വർഗീസ് പ്ലാശ്ശേരിയാണ് UDFൽ തിരിച്ചെത്തിയത്. വർഗീസ് പ്ലാശ്ശേരി തിരിച്ചെത്തിയതോടെ UDFന് 22 പേരുടെ പിന്തുണയായി.
എറണാകുളം ബസിലിക്ക വികാരി സ്ഥാനത്ത് നിന്ന് മോൺസിഞ്ഞോർ ആന്റണി നടികുളത്തെ നീക്കി. ഫാദർ ആന്റണി പുതുവേലിയാണ് പുതിയ വികാരി. ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ആന്റണി നരികുളത്തെ മൂഴിക്കുളം ഫെറോന പള്ളിയിലേക്കാണ് മാറ്റിയത്. തൃശൂരിൽ ബ്യൂട്ടി പാർലർ ഉടമയെ അറസ്റ്റ് ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെതിരായ നടപടിയിൽ പരോക്ഷ വിമർശനവുമായി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. അപൂർവം ജില്ലകളിൽ മാത്രമാണ് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ഉള്ളത്. പരിശോധനയിലെ കാലതാമസം മയക്കുമരുന്നുകൾ നിർവീര്യമാകാൻ കാരണമാകുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസ് ഓഫീസുകളിലും ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ലഭ്യമാക്കണമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വ്യാജ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്ത് 45 ദിവസം ജയിലിൽ അടച്ചതായി ആരോപണം. അയൽവാസിയായ വീട്ടമ്മയുടെ പരാതിയിൽ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി പ്രജേഷാണ് ജയിലിൽ ആയത്. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രജേഷിന്റെ കുടുംബവും പ്രദേശവാസികളും രംഗത്തെത്തി. ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1.25 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുബായിൽ നിന്നും വന്ന 5 സ്ത്രീകളാണ് സ്വർണം കടത്തിയത്. വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച 1570 ഗ്രാം സ്വർണമാണ് ആദ്യം പിടികൂടിയത്. ദുബായിൽ നിന്നും വന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് 555 ഗ്രാം സ്വർണവും 317 ഗ്രാം സ്വർണവും പിടികൂടി. കീഴ്ക്കോടതികളുടെ പ്രവർത്തനം വിലയിരുത്താൻ ഔദ്യോഗിക സന്നാഹങ്ങൾ ഇല്ലാതെ ചീഫ് ജസ്റ്റിസിന്റെ രഹസ്യ സന്ദർശനം. എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിലെ വിവിധ കോടതികളിലാണ് ചീഫ് ജസ്റ്റിസ് SV ഭാട്ടി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഔദ്യോഗിക വേഷം ഒഴിവാക്കി വെളുത്ത പാന്റും ഷർട്ടും ധരിച്ചായിരുന്നു സന്ദർശനം. ഉച്ചയ്ക്ക് ശേഷം പല കോടതികളും സിറ്റിംഗ് നടത്തുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. മലപ്പുറത്ത് +1 സീറ്റുകളിൽ ഉണ്ടായ കുറവ് പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിൽ 14 ബാച്ചുകൾ മലപ്പുറം ജില്ലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ വരുമോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയ സമരമാക്കി ഉയർത്തുന്നത് ശരിയല്ല എന്നും മന്ത്രി. അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ സംഘം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകും. ക്രിയാറ്റിൻ അളവ് കൂടി നിൽക്കുന്നു എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം മദനിയെ സന്ദർശിച്ചു. മദനിയുടെ ആരോഗ്യനില ആശങ്കാജനകമെന്ന് PDP നേതാക്കൾ പറഞ്ഞു. 8-ന് തിരിച്ച് ബംഗളൂരുവിൽ എത്തേണ്ടതാണ്. ആരോഗ്യം മോശമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിക്കുന്നതായും നേതാക്കൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം രാജ്യത്തിന്റെ നയം ആക്കരുതെന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുഖ്യം അതിനുള്ള സാമ്പത്തിക സഹായം തടയുക എന്നതാണ്. ചില രാജ്യങ്ങൾ ഭീകരവാദികൾക്ക് സംരക്ഷണമൊരുക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. SCO രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത വെർച്വൽ യോഗത്തിലാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്നത്. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഭിന്നവിധി. സെന്തിൽ ബാലാജിയുടെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് അപേക്ഷയിലാണ് 2-അംഗ ബെഞ്ചിന്റെ ഭിന്നവിധി. ഹേബിയസ് കോർപ്പസ് നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് നിഷ ഭാനു വ്യക്തമാക്കി. ആശുപത്രിവാസം കസ്റ്റഡി കാലാവധിയായി കണക്കാക്കരുത് എന്നുള്ള EDയുടെ ആവശ്യം ജസ്റ്റിസ് നിഷ ഭാനു തള്ളി. എന്നാൽ ഹർജി നിലനിൽക്കില്ലെന്നും അറസ്റ്റ് നിയമവിധേയമാണ് എന്നും ജസ്റ്റിസ് ഭരത ചക്രവർത്തി വിധിച്ചു. പുതിയ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് നിശ്ചയിക്കും. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ധനവകുപ്പ് ലഭിച്ചേക്കുമെന്ന് സൂചന. നിലവിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ് വകുപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം മന്ത്രിമാരുടെ വകുപ്പുകളിൽ അന്തിമ തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നേതാക്കൾ തമ്മിൽ വകുപ്പുകൾ ആർക്ക് നൽകണം എന്നതിൽ തർക്കം രൂക്ഷമാണെന്നാണ് വിലയിരുത്തലുകൾ. ഇതിനിടെ പുതിയ NCP ഓഫീസ് അജിത് പവാർ ഉദ്ഘാടനം ചെയ്തു. UK-യിൽ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷാജുവിന് 40 വർഷം ജയിൽ ശിക്ഷ. നോർത്താംപ്ടൺ ക്രൗൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊറ്റിങ്ങലിൽ മലയാളി നഴ്സ് അഞ്ജു അശോകിനെയും മക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഡിസംബറിലാണ് കണ്ണൂർ സ്വദേശി ഷാജു ഭാര്യയെയും 6ഉം 4ഉം വയസ്സുള്ള മക്കളെയും കൊല ചെയ്തത്. ഷാജുവിന് ഭാര്യയിലുണ്ടായ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തി. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് തീയിട്ട് ഖലിസ്ഥാൻ തീവ്രവാദികൾ. ഞായറാഴ്ചയായിരുന്നു സംഭവം. കഴിഞ്ഞ 5 മാസത്തിനിടെ 2-ാം തവണയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്.
വേഗത്തിൽ തീയണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. തീയിടുന്നതിന്റെ ദൃശ്യങ്ങൾ ഖലിസ്ഥാൻ തീവ്രവാദികൾ തന്നെയാണ് പുറത്തുവിട്ടത്. ആക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു. യന്ത്രത്തകരാറിലായതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനം റദ്ദാക്കി. ഇന്നലെ രാത്രി 11:45 പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് തകരാർ പരിഹരിക്കപ്പെടാത്തതിനെ തുടർന്ന് റദ്ദാക്കിയത്. വിമാനം ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. 152 യാത്രക്കാരാണ് ദുബായിലേക്ക് പോകേണ്ടിയിരുന്നത്. തിരുവനന്തപുരം ആനയറ മഹാരാജാസ് ലൈനിൽ കൂറ്റൻ പൈപ്പുകൾ നീക്കുന്നത് വൈകുന്നു. ജൂലൈ 5 മുമ്പ് പൈപ്പുകൾ നീക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ചെന്നൈയിൽ നിന്ന് എത്തിയ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ തകരാറിലായി. മറ്റൊരു യന്ത്രം എത്തിച്ച് പണി ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പണി പൂർത്തിയാവുന്നത് വൈകും.